വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആമോസ് 3-ാം അധ്യായത്തിൽ ദൈവം തന്റെ ജനമായ ഇസ്രായേലിനോടുള്ള പ്രത്യേക ബന്ധം ഓർമ്മിപ്പിക്കുന്നു. അവർ ദൈവത്തിന്റെ തിരഞ്ഞെടുത്ത ജനമായതിനാൽ അവരുടെ പാപങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ടെന്നും അതിനാൽ വിധി കടുപ്പമായിരിക്കുമെന്നും പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു. ഇസ്രായേൽ ജനമേ, ഈജിപ്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ച ഇസ്രായേൽ ഭവനം മുഴുവനുമെതിരെ അവിടുന്ന് അരുളി ചെയ്യുന്ന വചനം ശ്രവിക്കുവിൻ. ഭൂമിയിലുള്ള സകല ജനതകളിലും വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി ഗണിച്ചത്. അതിനാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ആമോസ് 3-ാം അധ്യായം 2-ാം തിരുവചനം. ആമോസ് 4-ാം അധ്യായത്തിൽ ദൈവം സമരിയയിലെ സ്ത്രീകളെയും നേതാക്കളെയും ബാഷാനിലെ പശുക്കൾ എന്ന് വിളിക്കുന്നു. അവരുടെ അനീതിയും ആഡംബര ജീവിതവും കുറ്റപ്പെടുത്തുന്നു. അവർ ദരിദ്രരെ ചൂഷണം ചെയ്തു, ഭർത്താക്കന്മാരോട് കുടിപ്പാൻ കൊണ്ടുവരൂ എന്ന് പറയുന്നവരായി ചിത്രീകരിക്കുന്നു. സോദോമിനെയും ഗൊമോറയെയും ഞാൻ നശിപ്പിച്ചതുപോലെ നിങ്ങളിൽ ചിലരെയും ഞാൻ നശിപ്പിച്ചു. കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുത്ത കമ്പുകൾ പോലെയായിരുന്നു നിങ്ങൾ. എന്നിട്ടും നിങ്ങൾ എന്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ജനമേ, ഞാൻ നിങ്ങളോട് ഇത് ചെയ്യും. ഇസ്രായേൽ ജനമേ, നിങ്ങളുടെ ദൈവത്തിന്റെ സന്ദർശന ദിനത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. ആമോസ് 4-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ. ആമോസ് 5-ാം അധ്യായം ദുഃഖഗാനമായി തുടരുന്നു. പ്രവാചകൻ ഇസ്രായേലിന്റെ വീഴ്ചയെക്കുറിച്ച് വിലപിക്കുന്നു. ദൈവം തന്റെ ജനത്തെ തിരിഞ്ഞുവരാൻ വിളിക്കുന്നു. എന്നാൽ അവർ വ്യാജ ആരാധനയിലും അനീതിയിലും തുടരുന്നു. ദൈവത്തിന് യഥാർത്ഥ ആരാധനയും സാമൂഹ്യ നീതിയും മാത്രമാണ് പ്രസാദകരം. മതാചാരങ്ങൾ മാത്രം പോരാ, നീതിയും കരുണയും ജീവിതത്തിൽ പ്രകടമാകണമെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ആമോസ് 5-ാം അധ്യായം 4-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.